ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഇത് ഐറ്റം വേറെ എല്ലാമായ 3 പേർ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് പ്രജോ ചേട്ടാ. ഒരു വട്ടം പ്രേക്ഷകരാണ് നമ്മളുടെ ഷോ ഇന്ന് നേരിട്ട് കണ്ട് ആസ്വദിക്കാനും ചിരിക്കാനുമായിട്ട് വന്നിരിക്കുന്നത്. വൈപ്പി നഗർ റെസിഡൻസ് അസോസിയേഷൻ കൊടശനാട് പന്തളത്തിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് വിളിക്കട്ടെ. അടുത്ത ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ള ഐറ്റം ടീമുകളിലെ ഒരു ഐറ്റം ടീമാണ്. ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നാടൻ പശ്ചാത്തലമാണ്. നാടൻ സ്കിറ്റുകളാണ് ഇവരുടെ മെയിൻ ഐറ്റം. തമാശകൾ ഉണ്ടാവോ? പിന്നെ നാടൻ സ്കിറ്റ് എന്ന് പറയുമ്പോൾ നാടൻ തമാശ ഇല്ലായിരിക്കും. അങ്ങനെയാണ് ഒരു പേര് എന്തായാലും ഉറപ്പായിട്ട് ഞാൻ പറയാം. മനോജ് വലഞ്ചുഴി ഉണ്ട്, അജേഷ് ഉണ്ട്, സുമി. അപ്പൊ അവർ രണ്ടുപേരുണ്ടെങ്കിൽ സുമി ഉറപ്പായിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് മാറരുത്. ഇവർ എന്റെ കാര്യങ്ങൾ ചെയ്തോളൂ. വെൽക്കം. ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ. ഹലോ, എന്തോനെ വിളിക്കു പറഞ്ഞേട്ടാ? എന്തോനെ വിളിക്കുവാ? കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായോ? സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്ത ഭർത്താവ്, സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യാത്ത ഭർത്താവ് എന്തോന് വിളിക്കുവാ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട. ഞാൻ എന്റെ ഈ വീട്ടിൽ ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചോളാം. ലീവ് മീ അലോൺ. ലോൺ തരാനാണോ പറഞ്ഞേ? ലീവ് മീ അലോൺ. എന്റെ വഴിക്ക് അങ്ങ് വിട്ടേരെ. ഈ കാര്യം പറഞ്ഞോണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണ്ട. ഇനി ഞാൻ കോൾ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞേ. ശരി. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. തന്നെത്താനെ എന്നെന്നും നേരിക്കുന്നോ നീ നിന്നെ പൈതൽ ഉന്നാരം ചൊല്ലും നേരം മാരൻ കൈനീട്ടും നേരം അഴലിന്റെ. എന്റെ മോള കല്ലു കല്യാണം കഴിപ്പിച്ചിട്ടേ 6 മാസമായതേ ഉള്ളൂ. 3-4 ദിവസം കൊണ്ട് ഭർത്താവിനോട് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിണങ്ങി നിന്നാലും അവള് ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ജോലി ചെയ്യുമല്ല, രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റേ ഇവിടെ റീലുണ്ടാക്കുക. അടിക്കരുത്. എടി പെമ്പിള്ളാരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതേ കെട്ടിയന്റെ കൂടെ അവന്റെ വീട്ടിൽ ജീവിക്കാനാ, അല്ലാതെ 3-ാം പക്കം പെട്ടിയും കിടക്കി എടുത്തോണ്ട് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരാനല്ല. അയ്യോ, പുതിയ അറിവ്. അമ്മയ്ക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അയ്യോ, ഈ പെണ്ണ് പറയുന്ന പറച്ചില് കേട്ടോ സൂസുമാമേ. അമ്മാമയ്ക്ക് അറിയാലോ ഞാൻ എങ്ങനെ ഇവളെ കല്യാണം കഴിപ്പിച്ചയച്ചത്. ഇവളെ കല്യാണം കഴിപ്പിച്ചയച്ചത് ഇവിടെ അച്ഛൻ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാ. അതെന്തോ അങ്ങനെ ചെയ്തത്? ഇല്ലെങ്കിൽ ആ മുണ്ടോട് നിന്റെ ചെറുക്കൻ വീട്ടുകാർ ചോദിച്ചാനെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട ഈ പെമ്പിള്ളാരെയൊക്കെ വളർത്തുന്നത്. ഇവിടെ 3-4 ദിവസമായി ഇവിടെ വന്ന് നിൽക്കുക. പക്ഷെ കാര്യം എന്തോന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കൊച്ചാട്ടൻ ഇവിടെ ഇല്ലയോ? കൊച്ചുകൊട്ടയല്ല, കൊച്ചാട്ടൻ എന്റെ ചേട്ടൻ, നിന്റെ അച്ഛൻ. ആ കൊച്ചാട്ടനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്തുവാടി ഭർത്താവുമായിട്ടുള്ള വിഷയമെന്ന്? കട്ടൻ ചായക്ക് കടുപ്പം കൂടി ആ കളറ് കണ്ട് ബോധം കെട്ട് വീണ മനുഷ്യനാ. അങ്ങനെ മുമ്പ് വെച്ച് ചോദിക്കാൻ പറ്റുമോ? അച്ചാച്ച ഇപ്പൊ സുരേഷ് പണിക്ക് വന്ന് വിളിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പണിക്ക് പോയതല്ല, സുരേഷ് പണിക്ക് കൊണ്ടുപോന്ന് പേടിച്ചിട്ട് തോട്ടുപക്കം തൊളിച്ചിരിക്കാൻ പോയതാ. റൂട്ട് മാറി സഞ്ചരിക്കണ്ട. എടി നിനക്ക് എന്തുവാണ്? അരുണിന്റെ വീട്ടിൽ നിനക്കുള്ള കുഴപ്പം എന്തുവാ അവിടെ നടന്നത്? പറയടി എന്നോട്. അമ്മ, ഈ കഴിഞ്ഞ 13-ാം തീയതി ആ ഇടി പെയ്ത് മഴ ചൊരിഞ്ഞ സമയത്ത് ആ വീട്ടുമുറ്റത്ത് എന്തോ നടന്നത് നമുക്ക് അറിയാവോ? എന്തോ ഉണ്ടായെന്ന് നമുക്ക് അറിയാവോ? കൂണുണ്ടായതാണോ? ഇടിവെട്ടി മഴ പെയ്യുമ്പോ കൂണല്ലേ ഉണ്ടാവുന്നത്? പിന്നെ എന്തുവാ സംഭവിച്ചെന്ന് പറയടി. അമ്മ, ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരോട് ചെയ്യാൻ പറ്റാത്ത കാര്യം അമ്മ അറിഞ്ഞിട്ട് എന്നോട് ചെയ്തത്. ഒരമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും അമ്മ? എന്റെ മക്കള് അറിയാതെ എന്റെ കുഞ്ഞിന് നല്ലപോലെ വിഷമം പറ്റിട്ടുണ്ട് മോളെ. നിന്നെ അവൻ തന്തയ്ക്ക് വല്ലതും വിളിച്ചോടി? ഇല്ല. പിന്നെ അച്ചാച്ചൻ മിനിഞ്ഞാൻ നിരുന്ന് തുമ്മിച്ചത്ത എന്തിനായിരുന്നു? വേറെ ആയിരിക്കും. എന്റെ പൊന്നുമോളെ, നിന്നെ അവൻ ഉപദ്രവിക്കുക വല്ലതും ചെയ്തോടി? അമ്മ, അടിച്ചു കഴിഞ്ഞ വേദന അത് കുറച്ചു നാൾ കഴിയുമ്പോ അങ്ങ് മറക്കും. ഇത് അതുപോലല്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ് കരയുന്നതുകൊണ്ടോ ഒരു പെറ്റതള്ള സഹിക്കുമോ? എന്റെ കുഞ്ഞിന് എന്തോ നല്ല കുഴപ്പങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോള് പറയടി, അവനെ ഞാനേ കുടുംബ കോടതി കയറ്റും. പറയടി, എന്തോ അവൻ ചെയ്തത്? 13-ാം തീയതി എന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു. അറിഞ്ഞിട്ട് വിഷ് ചെയ്തില്ല. ചോദിച്ചപ്പോ പറയുവാ മറന്നുപോയെന്ന്. ഉടുപ്പ് മാറത്തമ്മേ, കുടുംബ കോടതി പോണ്ടായോ? ഇങ്ങോട്ട് വന്നടി.
നിനക്ക് എത്ര വയസ്സുണ്ടീ? എടി മുതുക്കി, നിനക്ക് എത്ര വയസ്സുണ്ടെന്ന്? 30 കഴിഞ്ഞു. ഓ, ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ ഇവളെ ഞാൻ ചേച്ചിന്ന് വിളിക്കണം. എടി 32 വയസ്സിനോടൊക്കെ എത്ര തവണ ഇവിടെ നിന്റെ പിറന്നാൾ ആഘോഷിച്ചടി? മാസപ്പിറന്നാള്, ആണ്ട് പിറന്നാള്, ആഴ്ച പിറന്നാള്, ഡെയിലി പിറന്നാള്. ഇവക്ക് കേക്ക് വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിലമ്പൂർ കാട്ടിൽ നിന്ന് എനിക്ക് 2 തേക്ക് വാങ്ങിക്കാം. അമ്മാതിരി അവളെ ചെയ്തില്ല പോലും, ചെയ്തില്ല. അമ്മ ഇപ്പൊ എന്റെ സൈഡാണോ അത് അർണാട്ടന്റെ സൈഡാണോ? അമ്മയുടെ മോള് ഞാനല്ലയോ, അപ്പൊ അമ്മച്ച എന്റെ സൈഡ് വേണം നിൽക്കാന്. എടി കൊച്ചേ, നീ ഇങ്ങോട്ട് വന്നേ. എടി നിന്റെ ഭർത്താവ് അരുണ്, അവൻ ഈ ഇത് നിസാര കാര്യമൊക്കെ ഓർത്തോണ്ട് നടക്കുവാന്നു. എടി അവന് വേറെ കാര്യങ്ങളില്ലേ? ആ വേറെ കാര്യം ഞാൻ ഒരു ദിവസം പൊക്കും ഞാൻ. അയ്യോ, ഈ പെങ്കൊച്ചത് എന്താ പോക്കാണ്? എങ്ങോട്ടാണ് വിളിച്ച് പോകുന്നത്? എടി നീ ഇങ്ങോട്ട് വന്നേ. എടി നിന്റെ ഭർത്താവ് അരുണ്, നമ്മളെ പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ സഹിച്ചും ക്ഷമിച്ചും വേണം മുമ്പോട്ട് പോകാൻ. മനസ്സിലായില്ല? എടി ഈ ആണുങ്ങളെന്ന് പറഞ്ഞാലേ ചെളിവെള്ളം കണ്ട ചവിട്ടും. അത് നമ്മൾ പെണ്ണുങ്ങൾ കണ്ടില്ല വെച്ചേക്കണം. അത് അതിന്റെ വഴിക്ക് അങ്ങ് പൊക്കോളൂ. ഈ ആണുങ്ങൾ ചെളിവെള്ളം കണ്ട ചവിട്ടും നമ്മുടെ പെണ്ണുങ്ങൾ അങ്ങ് സഹിക്കണം. എന്നിട്ട് കഴിഞ്ഞ ദിവസം അച്ചാച്ചന്റെ പുറം നെടുക കല്ല് പറക്കി എറിഞ്ഞു. എന്തിനാ? അതപ്പുറത്തെ രമണിയോട് ഉടുപ്പിടാവുന്ന കാര്യം പറഞ്ഞേന്. അപ്പുറത്തെ രമണി ചേച്ചിയോട് അച്ഛൻ ഉടുപ്പിടാതെ കാര്യം പറഞ്ഞോണ്ട് എന്തോ കുഴപ്പം. അയ്യോ, അയാൾ നല്ല കാര്യമൊന്നും അല്ല പറഞ്ഞത്. എനിക്കത് മനസ്സിലായി ഇവിടെ നിന്ന് നോക്കിയപ്പോ. അമ്മച്ചിക്ക് ഇവിടെ നിന്നപ്പോ എങ്ങനെ മനസ്സിലായി? തിരിഞ്ഞു നിന്ന് കാര്യം പറഞ്ഞപ്പോഴേ ഉടുപ്പിടാത്ത അയാൾ പുറത്തെ കശേരിക്കളുടെ ചലനം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നല്ല കാര്യമൊന്നും അല്ല പറഞ്ഞതെന്ന്. കശേരിക്കളുടെ ചലനം അങ്ങ് പോട്ടെ, പുറത്തിരുന്ന് 2 സമൂസ എന്തോ ഇളക്കമായ സമൂസ എന്തുവാ? ഈ വണ്ണമില്ലാത്ത ആളല്ലേ, ഈ 2 എല്ല് കണ്ട സമൂസ കണക്കല്ലേ ഇരിക്കുന്നത്. സമൂസയുടെ കാര്യം പറഞ്ഞപ്പോഴേ വിശക്കുന്ന ചൂടോടെന്തെങ്കിലും നോട്ടറി ആ തീക്കൊള്ളി ഇരിപ്പുണ്ട്, എടുത്ത് നെടുനീളത്തിൽ അങ്ങ് വിഴിഞ്ഞ് വിശക്കുന്നു കേട്ടെ. മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കുവാ, ഇന്ന് തന്നെ നിന്റെ കൂറ എല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് തിരിച്ചു പൊക്കോണം അവന്റെ അടുത്തോട്ട്. എത്ര നിർബന്ധിച്ചാലും ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കും. ഞാൻ പൊളിക്കും. എന്റെ ദൈവമേ, ഈ മുടിച്ചത് എന്റെ മാറ്റിയെന്ന് പറഞ്ഞല്ലോ. മുടിച്ചതേ എടി, ഈ നാട്ടുകാരോട് ഞാൻ എന്തോ സമാധാനം പറയുവടി? അമ്മക്ക് ചെലവ് തരുന്ന കെട്ടിച്ചയച്ച പെണ്ണ് 3 പെട്ടി കിടക്കരുത് വീട്ടിൽ വന്നാൽ ഞാൻ എന്തോ സമാധാനം പറയും? നാട്ടുകാരോട് എന്തിനാ അമ്മച്ചി സമാധാനം പറയുന്നത്? നമ്മൾ അവരുടെ ചെലവിനാണോ ജീവിക്കുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? മുഖം കുറിപ്പിക്കുന്നത് നീ വേറെ വല്ലോട് മുഖം കുറിപ്പിക്കണം, എന്റെ കുറിപ്പിക്കില്ല കേട്ടോ. ഞാനത് നിന്നെ പറ്റല്ല, നീ അല്ലടി എന്നെ പറ്റത് കേട്ടോ. യോ, അപ്പുറത്തെ പങ്കേഷിച്ചേ വരുന്നു. ഞാനെന്താ വേണം? എന്ത് വന്നോ? നിങ്ങളെന്തോ ഇപ്പോഴും അവരെയൊക്കെ വിളിച്ച് പെരക്കകത്തോട്ട് കയറ്റുന്നത്? ഞാൻ വിളിച്ച് കയറ്റുന്ന ഈ നാശമൊക്കെ വന്ന് കയറുന്നില്ല ഇങ്ങോട്ട്. നീ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഇവിടെ വന്നത് അറിഞ്ഞാൽ അവർ ഈ നാട് മൊത്തം പറഞ്ഞു വരുത്തുമേ സംഭവം. അമേരിക്ക വരെ അറിയും. നാളെ വിളിച്ച് ചോദിക്കും, സരസമ്മയുടെ മോളത്തിനെ പിണങ്ങി വന്നിരിക്കുന്നത്. മറുപടി പറയാൻ ഇംഗ്ലീഷ് പോലും എനിക്കറിയത്തില്ല. നമ്മൾ വരയ്ക്കകത്ത് പോയി അവർ കാണുന്നില്ല. കൂടുതലെങ്കിൽ ചിക്ക് പൊട്ടിക്കാതെ കാണാൻ കൊണ്ട് വന്നേക്കുവാ. ആ ജോസഫിനോട് എപ്പോഴും പറയുന്ന വഴി കൊണ്ട് പശുവിനെ കണ്ടല്ലേ. ആ പശു അന്ന് ഇവിടെ ചാണകം വിട്ട് ഡെൽക്കുഷ് ഉണ്ടാക്കി വെച്ചേക്കോ. ഉണങ്ങിയതായിരുന്നു, ഇളക്കി എടുത്തിട്ട് വീശി വിടാമായിരുന്നു. നല്ല രസമായിരുന്നു. ചെയ്യേ ഇന്ന് നൈറ്റ് ഒക്കെ ഇട്ട് ആദ്യമായിട്ട് കാണുവാന്നല്ലേ ഞാന്. ഓ, എനിക്ക് ഇഷ്ടമല്ലേ ഈ പിള്ളേരെ നിർബന്ധം കാരണം. ഈ മൂത്ത മോള് തന്നായത്. പിന്നെ അവള് പറയുന്നത് ഈ അരബ്ലൗസും മുണ്ട് കൊടുത്തോണ്ട് അമ്മ ഇനി മുറ്റത്തിറക്കല്ല, അവർക്ക് നാണം കേടാന്ന് പോലും. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഭയങ്കര ഷാട്ടി വന്ന ഇതുങ്ങൾക്കൊക്കെ. ഇത് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഇടാൻ ഭയങ്കര ഈസിയാ. ഗ്ലാസ് കെട്ടിക്ക് കമത്തി വെക്കുന്ന പോലെ പുറത്തുകൂടെ അങ്ങ് ഇട്ടാ മതിയല്ലോ. പിന്നെ ഇന്ന് രാവിലെ നിങ്ങളുടെ ഇവിടെ എന്തുവായിരുന്നു? വീടിന്റെ പുറകെ വെയിലായിരുന്നു. അതല്ല, ഇവിടെ എന്ത് രാവിലെ ഉണ്ടാക്കിയത്? ഇവിടെ ഉപ്പുമാ ഉണ്ടാക്കി ചെയ്. ആ ഉപ്പ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആരാ ഉണ്ടാക്കിയല്ലേ? അങ്ങ് തന്നെ ഉണ്ടാക്കിയത്. അണ്ണാക്കിലോട്ട് കുത്തി കയറ്റി വെച്ച് തരുമല്ലോ. പിന്നെ അങ്ങോട്ട് കൊടുത്തേച്ചാലും മതി. ആ മാസം എത്തുന്നതിന് മുമ്പ് കുശുമ്പ് പറഞ്ഞിട്ട് പോകുന്നത് അല്ലയാ. ചെയ്യേ എന്തോ മുഖത്തൊരു വാട്ടം പോലെ. ഒന്നും പറയാൻ നോക്കേ, രാവിലെ അങ്ങോട്ട് ഇരിച്ചപ്പോ തലങ്ങ് വട്ടം കറങ്ങുവാ. മൂങ്ങയുടെ കുഞ്ഞാന്നേ വന്നിരിക്കുന്നത്. അല്ല, വട്ടം കറങ്ങുന്ന മൂങ്ങയുടെ കുഞ്ഞാന്ന്. ഓ, പക്ഷി ഗവേഷക. ഓ, ഒരു പഞ്ചവണ്ണ തത്തേന്ന് കീച്ചുന്നോട്ട് അതാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി ഞാൻ ഒരു കണ്ണടക്കില്ല, തിരിഞ്ഞും മറിഞ്ഞ് നേരം വെളുക്കുന്ന വരെ കിടക്കുമായിരുന്നു. ഈ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയം കൊണ്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു. അതാണ് പറഞ്ഞത്. എടി കൊച്ചേ, എനിക്ക് PP ഉണ്ടെന്ന്. ഇവിടുത്തെ കൊച്ചാറിന് ചെണ്ടയുണ്ട്. അല്ല, PP ഉണ്ടെന്ന് പറഞ്ഞേക്ക്. BP ആണെന്ന് പറഞ്ഞേ. എനിക്ക് BP ഉണ്ടെന്ന്. ബ്ലഡ് പ്രഷർ. ഓ, നാക്ക് വന്ന് മൂക്കയിലടിക്കോ. BP ഉണ്ടെന്ന് നിശ്ചയിക്ക്. BP ഉണ്ട്. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. എനിക്ക് ഷുഗർ ഉണ്ട്. എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ട്. എനിക്ക് തലവേദനയുണ്ട്. എന്റെ ഡിസ്കിന് അകൽച്ചയുണ്ട്. എന്റെ മുട്ടിന് വേദനയുണ്ട്. എനിക്ക് ചുമയുണ്ട്. എനിക്ക് നട്ടല് വേദനയുണ്ട്. എന്റെ മുട്ടിന്റെ ഡിസ്കിന് കിടക്കമുണ്ട്. എനിക്ക് മൂക്കൊലിപ്പുണ്ട്. എനിക്ക് 4 ലക്ഷം രൂപ കടമുണ്ട്. എനിക്ക് അത് കേട്ടിട്ട് നല്ല സുഖമുണ്ട്. ചിരിക്കാനോ? ചിരിക്കാനല്ല, സരത്തമ്മേ, നീ വെറുതെ ഇരിക്കും. എന്റെ തലയിലൊന്ന് നോക്കി തരണേ. പേനുണ്ടോ ചെയ്? പേനല്ല, ഇന്നലെ ഒരു ചീപ്പ് കാണാനില്ല. അത് എവിടെ അന്ന് കണ്ടുപിടിച്ച് തരണേ. ഞാൻ അതിനകത്ത് കൈയിട്ടിട്ട് എന്റെ കൈക്ക് ഒരു ഈ കരിമീൻ മല കിടന്ന് പിടക്കുന്നുള്ള ഞാൻ കിടന്ന് പിടക്കണം. പടി വല്ല നോക്കിയാട്ടെ. ഞാനേ ഇച്ചയെ കാണാൻ അങ്ങോട്ടൊന്ന് വരണോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അവിടെ നിന്ന് എന്നെ നാട്ടിൽ വെച്ചേക്കായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ. എന്നെ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാകട്ടെ. ലിജയെ മറിക്കാൻ വല്ലതും ഉണ്ടോ? അവിടെ ഓട്ടോറിക്ഷ കിടപ്പുണ്ട്, ഓടിച്ച് മറിക്കാൻ പറ്റുമെങ്കിൽ നീ കാശ് ആയിട്ട്
കേട്ടോ കടം വല്ലതും തരാനുണ്ടോ? കിടക്കുന്നത് എന്റെ പൊന്നു വെച്ച ഇന്നലെ ചോദിക്കത്തില്ലായിരുന്നു. ആ കാശ് ഇന്നലെ എന്നെ ഒരാൾ വാങ്ങിക്കൊണ്ട് പോയെന്ന്. അല്ലേലും സ്ഥിരം കേൾക്കുന്നത് ആരോടെങ്കിലും കാശ് ചോദിച്ചാൽ ചോദിക്കും ഇന്നലെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന്. ഒരു 200 രൂപ താഞ്ഞോട്ട്. ഇപ്പൊ എന്താണ് 200 രൂപ എന്തിനാ നിനക്ക്? അല്ല കൊച്ചാട്ടനെ ഈ മീനില്ലാതെ ചോറ് ഇറങ്ങത്തില്ല, അപ്പൊ മീൻ മേടിക്കാനൊക്കെ ഉണ്ടാ. അങ്ങനെ ഇറങ്ങണം നിന്റെ കൈ നിറക്കണം, അല്ല കടം മാറ്റല്ലേ കേട്ടിട്ട്. എന്താ സ്വഭാവം വെച്ചേ? ഞാൻ വാങ്ങിച്ചത് തന്നിട്ടില്ല, നിങ്ങൾക്ക് പൈസ തരാനൊന്നുമില്ലല്ലോ ഞാൻ. 200 രൂപ ഞാൻ തരാം, പക്ഷെ നാളെ രാവിലെ തിരിച്ചു തരണം. എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസ അത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് വന്നോ? ഇവിടെ ഇനി എപ്പോഴാണോ വരുന്നത്? എത്ര രൂപ ചേച്ചി? എത്ര രൂപ നിന്നെന്ന് എനിക്കറിയില്ല. ഒരുത്തൻ രാവിലെ വന്നിട്ട് ആ മീറ്ററിന്റെ അവിടെ വേട്ടാവളയും കൂട് കൂട്ടുന്ന നോക്കി എന്നിട്ട് ഏതാണ്ട് എഴുതി ബില്ലടിച്ച് തന്നു. ഇത് വേട്ടാവളിന്റെ കൂടിന്റെ വാടകയാണെന്നോ കറണ്ട് ബില്ലാന്നോ എനിക്ക് ഞാനേ കാപ്പി തരാം കുടിക്കാൻ. കാപ്പി കുടിച്ചാ ഗ്യാസ് വരുത്തില്ലോടി? കാപ്പി കുടിച്ചാൽ വരത്തില്ല, വിളിച്ച് ബുക്ക് ചെയ്യണം, എന്നാലേ ഇവിടെ കൊണ്ട് തരത്തുള്ളൂ. എന്താ ഗ്യാസ്? ഓ എന്നെക്കാളും നല്ലൊരു ബിഗ് കിട്ടല്ലേ ഇളക്കുക. കാപ്പി എടുത്തോണ്ട് വരാം. ഞാനിവിടെ വരട്ടില്ലേ അടുക്കളയിലോട്ട്? വേണ്ട വേണ്ട, അടുക്കള വരണ്ട. അടുക്കള വരുന്ന എന്തിനാണെന്നറിയോ? ഉണ്ടാക്കി വെച്ചെന്റെ അടപ്പ് തുറന്നു നോക്കൂ എന്തുവാന്ന് അറിയാം, എന്നിട്ട് കൈ. അതെ, ഈ സർഗമ കൊച്ചുണ്ടല്ലോ, ഈ നാട്ടിലെ ഏറ്റവും ഇതുപോലൊരു പാപം പിടിച്ച കൊച്ച്. എന്റെ ദൈവമേ, ഇവള് ഗുണം പിടിക്കല്ലേ. ഞാൻ ഇവിടെ വന്നത് ഇവിടെ കാപ്പി കൂച്ചാലൊന്നും അല്ല. ഇവിടെ കെട്ടിച്ചയച്ചു ഇവിടെ പുന്നാര മോള് 3-4 ദിവസം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക. അതെന്തിനാന്ന് ഈ സരസമയ്ക്കെന്ന് അറിയണം. എന്നിട്ട് ദാഹജലം ഞാൻ തൊണ്ടയ്ക്ക് നടക്കത്തുള്ളൂ. എത്ര ദിവസം കഴിക്കുന്നു പറയാൻ. എന്റെ പൊന്നിതെന്ന് പറയാ, അയ്യപ്പോ അയ്യപ്പനെ, ഓ നിരിക്കട്ടെ ദൈവമേ. ഓ ഇവളമ്മമാരെക്കാട്ടിലും ഇളക്കം വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിലെ കസാരക്ക്. അയ്യോ അമ്മ ദൈവമേ, കാലിലെ നഖമൊക്കെ വളർന്ന് പൂന്താലി പോലെ ആയി. അയ്യോ ഉറക്കോ വരുന്നു. അമ്മച്ചി പരിപാടി കയറി വരയ്ക്കാത്ത എത്ര നേരം ഒന്നും പറഞ്ഞ അമ്മ അകത്തോട്ടിരിക്കുന്നത്? പറഞ്ഞ നീ ആയിരിക്കുന്ന സാധനത്തെ കണ്ടോ? അവരറിഞ്ഞു കഴിഞ്ഞാൽ നാട് മൊത്തം പാട്ടാക്കുമെന്ന്. നീ അവരുടെ തലയിലിരിക്കുന്ന കണ്ടോ? ആ കണ്ടു. മുടിക്കട്ടല്ലയോ? മുടിയല്ലത്, സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉള്ള തള്ളയാ. കണ്ടോ? ഇവര് 24 ന്യൂസുമായിട്ട് മത്സരമാണ്. റേറ്റിംഗിൽ അവരുടെ മണ്ടയ്ക്കെത്താൻ ന്യൂസ് പാർട്ടി ചെയ്യുന്നില്ല. അങ്ങനത്തെ തള്ളയാ അവരെ. മിണ്ടി പോയേക്കരുത് കേട്ടോ. കേട്ടെ, നീ മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം എല്ലാം. ഉണങ്ങു വന്നു. ഉണങ്ങി എന്നെ അടുത്ത് പറഞ്ഞിക്കത്തിട്ട് നോക്കടി. അല്ല ഉറങ്ങു വന്നത് എന്നാ കടുങ്കാപ്പി. അയ്യടി വിളക്കിച്ചിയേ, ഈ കൊച്ചെന്ന് വന്നു. അവള് ഇന്ന് വൈകുന്നേരം രാവിലെ വന്നു. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. അവള് സുഖമായിട്ടിരിക്കുന്നു. ഭർത്താവൊക്കെ? ഭർത്താവിനും കുഴപ്പമില്ല, വീട്ടിലൊന്നും കുഴപ്പമില്ല. ഇവളെ നീ തമിഴിൽ നിന്ന് കാസ്റ്റ് ചെയ്തെടുത്താന്നോ? എന്തുവാ? അല്ല മലയാളത്തിൽ നീ തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന വെക്കട്ടെ. എത്ര നേരം പറഞ്ഞ അകത്തിരിക്കുന്നത്? എടി ഞാൻ അടുപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട്, പോയി അടുപ്പ് തീ ഊതരി പോ. അടുക്കള നെല്ലി വരുന്നതാ? അമ്മച്ചി അടുക്കള നെല്ലി വരുന്നേ? പോയി അങ്ങോട്ട് എനിക്ക് വയ്യ, ഉള്ള ചാരം എല്ലാം കണ്ണി പറപ്പിച്ചു. കണ്ണു പഠിപ്പിക്കുന്നു നോക്കുമ്പോൾ കൊച്ചിന്റെ വർത്താനം കേട്ടില്ലേ തള്ളയോട്? നീ വന്ന് കയറി കഴിഞ്ഞപ്പോൾ നീ ഇവിടെ ചുമ്മാ വന്ന് നിൽക്കുമ്പോൾ ഈ തള്ളക്ക് എന്തോ ഉണ്ടാക്കി തരാം, അമ്മ വിശ്രമിക്കാമെന്ന് പറഞ്ഞാൽ പറയാം. പെണ്ണങ്ങ കല്യാണം കഴിച്ചപ്പോൾ കടന്നു കയറി വന്നില്ലേ പെണ്ണങ്ങ? അത് ആരോട് പറയാനാ? ആരോട് പറയാനാ? എന്റെ വിധി ഞാൻ അനുഭവിക്കാൻ പറ്റുമോയില്ലയോ? നീ ഒന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പോട്ടാ. തള്ളയില്ലയോ? അവളുണ്ടാക്കി തരും. നീ വിരുന്ന് വന്നേ ഇല്ലയോ? അവളുണ്ടാക്കി തരുമ്പോൾ നീ അവിടെ നിന്ന് തിന്നോണ്ടിരിക്കണം. നീ അടുപ്പിന്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാലേ നിന്റെ സൗന്ദര്യം അങ്ങ് മങ്ങിപ്പോകും. അതുകൊണ്ടല്ലേ ഞാൻ അടുപ്പിന്റെ കര പോയി നിൽക്കാത്തേ. അതെന്താ? മങ്ങി പിന്നെ എന്നെ കാണാതാവും. ആ പിന്നെ എടി വന്നിട്ട് കൊച്ചേ, നീ അങ്ങ് ഉടഞ്ഞു പോയല്ലോടി. ഉടഞ്ഞു പോവാൻ ഞാൻ എന്താ +2 പരിസിന്റെ ശില്പമാണോ? ആ അത് കൊള്ളാലോ. നിന്റെ അമ്മ നിന്നെ ഗ്രൂം ചെയ്ത് വിട്ടാണോ ഈ കൗണ്ടർ ഇവിടെ അടിക്കാൻ വേണ്ടി? വിശേഷമൊന്നും ആയില്ലയോ? എന്തുവാ? അല്ല 6 മാസമായാലും കല്യാണം കഴിഞ്ഞിട്ട് വിശേഷമൊന്നും ആയില്ല എന്ന് ചോദിച്ചത്. അല്ലേ ഈ നാട്ടുപുറത്തുള്ള നിങ്ങളെ പോലുള്ള അമ്മമാർക്കുള്ള സ്വഭാവം കല്യാണം കഴിഞ്ഞിട്ട് വിശേഷം ആയില്ലയോ? 2 വർഷം കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ തീരുമാനം. ആണ്ട് കിടക്കത്തില്ല പുളിക്കാച്ചി. ഇപ്പോഴത്തെ പിള്ളേർ ഒരു കാര്യം കേട്ടോ, 2 വർഷം കഴിഞ്ഞ് മതി പിള്ളേരെന്ന്. എടി നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് 4 പിള്ളേർ. 4 പിള്ളേരോ? 12 പിള്ളേരെന്ന് പറയാൻ തന്നെ എല്ലാ സ്കിറ്റാലും 12, 13 അടിച്ച് കഴിഞ്ഞാൽ ക്ലീശ അടിക്കത്തില്ലയോ? അതുകൊണ്ട് ഞാൻ 4 ഒതുക്കിയത്. എന്നാലും പങ്കജാന്റി 4 പിള്ളേരെന്നൊക്കെ പറയുമ്പോ കല്യാണം കഴിച്ച താമരട്ടെ 3-ാം ദിവസം എന്റെ കയ്യെ ചെറി പിടിച്ചു. ഓ അവിടുന്ന് പറഞ്ഞാണ് പൊടിമോൻ ഇങ്ങനെ മുട്ടുകാലം നടക്കുന്ന സമയത്താണ് അങ്ങനെ എന്നെ ഒന്ന് വട്ടം പിടിച്ചത്. അതാണ് വത്സല. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സൂക്ഷിച്ചൊരു നോട്ടം, അതാ സുഷമ്മ. പിന്നെ ഞാൻ പറമ്പ് ഇന്നിപ്പോ എന്നെ വന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളെ പണി നോക്കി പോണേന്ന് പറഞ്ഞാണ് രമണി. അല്ല പങ്കജാന്റി, ഈ 4 പിള്ളേരൊക്കെ വളർത്താൻ ഭയങ്കര പാടായിരിക്കും ഇല്ലയോ? 4 പിള്ളേരെ വളർത്താൻ ഭയങ്കര പാടൊന്നുമില്ല, പക്ഷെ ഇതുപോലെ കള്ളക്കഥ ഉണ്ടാക്കി അടിക്കാൻ മുടിക്കാൻ പാടായി. അപ്പോഴത്തെ അങ്ങ് പിണങ്ങി അങ്ങോട്ട്. അമ്മയമ്മയൊക്കെ എങ്ങനെ ഉണ്ടടി അവിടെ? അമ്മായിയമ്മ അല്ല പങ്കജാന്റി, അമ്മ. സത്യം പറയാലോ, ഒരു സ്വന്തം മോളെ എങ്ങനാണോ നോക്കുന്നേ അതുപോലെ എന്റെ അമ്മച്ചി എന്നെ നോക്കുന്നത് കേട്ടോ. എന്റെ പ്രതീക്ഷയെല്ലാം കളയാ വന്നില്ലേ? അല്ലാതെ അവരൊരു നാത്തുമ്പല്ലുണ്ടോ ഒരു കെടുമ്പിച്ച പെണ്ണ ചേച്ചി കല്യാണത്തിന് വന്നപ്പോ കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. ഞങ്ങള് നാത്തൂനും അല്ല, ഞങ്ങള് കൂട്ടുകാരിയാണ്. ഞങ്ങള് എടി പോടി ബന്ധം. എപ്പോ വന്നാലും എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് തരും കേട്ടോ, ഫ്രൂട്ട്സോ ഡ്രസ്സോ. ഭയങ്കര സ്നേഹം കേട്ടോ. എന്റെ മനസ്സങ്ങ് കലങ്ങി പോവാന്നല്ലേ. ഈ കെട്ടിയ ഈ ചെറുക്കൻ എങ്ങനെ? ചെറുക്കനെ കാണുമ്പോ എന്തൊരു ഏനക്കേട് പോലെ ഉണ്ടായിരിക്കും. ഞാൻ ഇല്ലാത്തത് പറയാന്ന് വിചാരിക്കല്ലോ. ഇതുപോലെ സ്നേഹമുള്ളൊരു പക്ഷെ എന്റെ ഭാഗ്യം കേട്ടോ, എന്നെ കൈവെള്ളയിലാ കൊണ്ട് നടക്കുന്നത്.
എന്നാലും എന്തൊക്കെ സംഭവങ്ങൾ എവിടെയൊക്കെ പൊടിഞ്ഞു കിടപ്പുണ്ടാകാം. ഇല്ല, ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല ഞങ്ങളെ. പക്ഷേ ഈ പുതുമയൊക്കെ ആകുമ്പോൾ പുതുമൊടിയൊക്കെ ആകുമ്പോൾ എന്തൊക്കെ ചെറിയ വിഷയം. എന്റെ പങ്കജാന്റി ഒരു വിഷയമില്ല, സന്തുഷ്ട കുടുംബം, സന്തോഷ കുടുംബമാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എടുക്കണി കൊച്ചേ. ഏഷണിക്ക് ഒരു കണ്ടന്റ് ഇല്ലാതെ നോക്കി കിടക്കുവാ ഞാൻ. എന്റെ അമ്മയുടെ കൂട്ടുകാരിയാ, പ്രായത്തിൽ മൂത്താന്നൊന്നും ഞാൻ നോക്കത്തില്ല, പറഞ്ഞേക്കാം. എന്റെ നേരെ കൈ കൊണ്ട് കാര്യം പറഞ്ഞു കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. എന്താ കൂട്ടസ് കാണുമ്പോൾ എനിക്ക് കുശുമ്പാണ്. പ്രായത്തിൽ മൂത്താൻ നോക്കത്തില്ല, ആട്ടിയാണെങ്കിൽ വീട് ഞാൻ. നാട്ടിൽ വിടാൻ ഞാൻ തൊട്ട് ഊഞ്ഞാലാന്നോ കേട്ടോ. ഊഞ്ഞാലാന്നോ ഓലക്കാന്നൊന്നും ഞാൻ നോക്കത്തില്ല. ചുമ്മാ കയറി വന്നിട്ട് ഏറ്റവും അല്ല നിങ്ങൾ ഏഷൻ തള്ളേന്ന് വിളിക്കുന്നത് കേട്ടോ. ഹലോ, എന്റെ പൊന്നറിഞ്ഞട്ടോ, ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ജീവിതം മടുത്തു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. ലീമിയല്ലോ എനിക്കറിയാം എന്തോ സംഭവമില്ല. നീ ഇവിടെ ആരോടും പറയല്ല ആന്റി, പ്ലീസ് ആന്റി, ആന്റി ആന്റി ആരോടും പറഞ്ഞിട്ട് എന്താ വിഷയം എന്ന് പറയാം. എനിക്കത് കേൾക്കാൻ കൊതി. എന്റെ കർണവടക്കിടന്ന് തിളക്കി പറയാം. അരുണേട്ടൻ എന്നെ വിഷ് ചെയ്തില്ല. ഈ കോച്ചിന് എന്തിനാ കേടാ. ഇനി എല്ലാ ആളുകളും ഇതുപോലെ 4 പിള്ളേരെ കഴിഞ്ഞപ്പോൾ രാമോറിട്ടെ എന്നെ വിഷ് ചെയ്തിട്ടില്ല. നീ ചെറുപ്പക്കാർ പിള്ളേരല്ലേ, എപ്പോ വല്ല വിഷ് ചെയ്യാമല്ലോ. എന്നാലും സ്വന്തം ഭാര്യയുടെ പിറന്നാളൊക്കെ ആലോചിച്ച് വെച്ചിട്ട് വേണ്ട വിഷ് ചെയ്യാന്. പിറന്നാളെന്നാ വിഷു എന്ന് പറയുന്നത്? പിന്നല്ലാതെ വിഷു കണ്ടുപിടിച്ചാലും കിട്ടിയാലും ഞാൻ വിഷം കൊടുത്ത് കൊണ്ടേനായിരുന്നു. അങ്ങനെ വിഷയങ്ങളൊക്കെ നടക്കാന്നെങ്കിലേ എന്റെ പൊന്നുമോളി ഇനി ആ ചെറുക്കന്റെ വീട്ടിലോട്ട് പോകണ്ട. കണ്ടോ, ആന്റിക്ക് എന്നോട് സ്നേഹമുണ്ട്. ആന്റി അല്ലേ പറഞ്ഞു പോകണ്ടെന്ന്. പക്ഷെ എന്റെ അമ്മ ജന്മ ചെയ്ത കേൾക്കത്തില്ല, എന്നെ പറഞ്ഞു വിടാനായിട്ട് അങ്ങോട്ട് ഇരിക്കുക. അവളെ അടിച്ച കുടുങ്ങി ഞാൻ എന്റെ കുഞ്ഞ് അങ്ങോട്ട് പോകണ്ട. ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഈ ചെറിയ പ്രശ്നങ്ങളും വളർന്ന് വലുതാവുന്ന അതുകൊണ്ട് എന്റെ പൊന്നുമോളി ഇനി അങ്ങോട്ട് പോകണ്ട. ഇവിടെ തന്നെ നിന്നാ മതി. എന്റെ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്റെ കുഞ്ഞിനെ അവളെ കൂട്ടിട്ട് അവർ നശിപ്പിക്കുമല്ലോ. സ്ലൈഡ് അടിച്ച് കയറ്റി വെച്ചേക്കുവാണ്. ചോറ് വളം വെച്ചിട്ട് പോയി തിന്നെ, അതെങ്കിലും നടക്കട്ടെ. പോ. എന്താ ചെയ്യും? ഇതൊന്നും അറിഞ്ഞില്ലേ? ആ ചെറുക്കനോട് വേണമെങ്കിൽ ഈ കൊച്ചി ഇവിടെ വന്ന് നിൽക്കുന്നത്. ആര് പറഞ്ഞു? ഇവളിപ്പോ പറഞ്ഞത്. അമ്മച്ചി, ഞാൻ മാനപൂർവ്വം പറഞ്ഞാൽ എന്റെ അടുത്ത് ചൊരണ്ടി എടുത്താ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ എന്തുവായാലും അറിഞ്ഞു, അതിന് ഈ നാട്ടുകാട് വല്ലതും പറഞ്ഞ് പരത്തിയാൽ ഈ സരസമ്മയുടെ തനി കൊണം നിങ്ങൾ കാണുവേ. സരസമ്മ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിലെ പല ആൾക്കാരുടെ കാര്യം ഞാൻ പലയിടത്തും ചെന്ന് പറയും. സരസമ്മയുടെ കാര്യം മാത്രം ഞാനൊന്നും ചെന്ന് പറയത്തില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനൊന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നോളാം. പക്ഷേ ഇവിടെ ഞാൻ അന്തരം തൊട്ട് പറയാം, ചെറുക്കന്റെ വീട്ടിൽ പോകുമ്പോൾ ഇവിടെ കേൾക്കത്തില്ല. ഇവിടെ കേൾക്കത്തില്ല. എങ്ങനെ കേൾക്കും അവള്? നമുക്ക് വിഷമമല്ലോ അറിയാമോ? പിള്ളേർക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെന്ന് അറിയാം. ഇവിടെ പറഞ്ഞു കൊടുക്ക്. ഇതിന്റെ കല്യാണം അടുത്ത് വന്നപ്പോ ഈ കൊച്ചു ആ ചെറുക്കനും നെഞ്ചുരി എന്റെ വന്ന് ഞാൻ മാല പൊട്ടിച്ചു കൊടുത്ത പൈസ പണയം വെച്ചിട്ടായിരുന്നില്ല കല്യാണം കഴിച്ചു വിട്ടാണ്. പൊടി അവിടെ വീട്ടില് പറഞ്ഞു കൊടുക്ക്. കേട്ടോ, പറഞ്ഞു കേട്ടോ. ഇനി ഒരു കൊച്ചിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മര്യാദക്ക് ചെറുക്കന്റെ വീട്ടിൽ പോയിക്കണം. പറഞ്ഞു കൊടുക്കുകയെന്ന് പറയണമെങ്കിൽ എഴുതി തരണമായിരുന്നു. ഞാൻ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് പിന്നെ വേണം. അത് തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് എന്റെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി. കുടുംബം തെറ്റിയാലും കുഴപ്പമില്ല, സ്കിറ്റെങ്ങാനും തെറ്റിയാല. അയ്യോ എന്റെ ദൈവമേ, ഞാനിത് എന്തോ ചെയ്യുമ്പോ ഈ നാട്ടുകാരുടെ പോത്തി ഞാനൊക്കെ നോക്കും. ഇല്ലാത്ത കടകട ഉണ്ടാക്കി നെല്ലിച്ചക്ര ചെലവാക്കി ഒരു കൊച്ചിനെ പറഞ്ഞ് വെച്ചതാ. അവള് വന്ന് നിൽക്കുവാ, ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും നാട്ടുകാരുടെ. എന്താ കുമ്മമാറി അമ്മച്ചിയെ, എനിക്കറിയാം നിങ്ങൾ അച്ഛനും അമ്മച്ചിയും കഷ്ടപ്പെട്ട കടകട മേടിച്ച് എന്നെ കെട്ടിച്ചു വിടുന്നത് എനിക്കറിയാം. അറിയത്തില്ല, അറിയാവുന്നുണ്ട്. നീ വെട്ടിയും കിടക്കി എടുത്തോണ്ട് വരുവാണ് ഇങ്ങോട്ട്. അമ്മ, ഞാനൊന്ന് പറയട്ടെ. നീ പണ എന്തോ പണ അറിഞ്ഞിട്ട് ഞാനൊന്ന് പ്രാങ്ക് ചെയ്തതാ. എന്തോ പ്രാങ്ക്? അറിയത്തില്ലടി, ഞാൻ ഈ തലയെ കൈ വെച്ചെന്ന് പറയത്തില്ലേ. അത് അങ്ങനെ പറ്റിച്ചാന്നോ? ചെറുതായിട്ടാ അമ്മച്ചിയുടെ കൂടെ 2 ദിവസം വന്ന് നിക്കാൻ വേണ്ടി ഞാൻ പറ്റിച്ചതാകാണ്. ചക്കരമോളോ നാളെ പോവാ തിരിച്ച്? നാളെ അല്ല, ഇന്ന് വൈകിട്ട് തന്നെ. ഓ എന്റെ ചുന്ദരി വാവ. ചെയ്യേ കുഴപ്പമില്ല, കൊച്ചിന് തെറ്റല്ല മനസ്സിലായി. അവൾ ഇന്ന് വൈകിട്ട് തന്നെ അരുണിന്റെ അടുത്തോട്ട് അങ്ങ് പോകും. ഒരു മാസം കഴിഞ്ഞിട്ട് പോയാ പോരായോ? എന്തായിരുന്നു എന്തായാലും ഗുണാപ്പം വിളിച്ചിട്ട് ഇവിടെ നിൽക്കണേ. അപ്പുറത്തെ വീട്ടിലെ ഗോപാലിന്റെ ഇളയ പോലെ കല്യാണം ഇന്ത്യയിലും വലിയ കഴിച്ചത്. അവളെന്തായാലും വേല വെച്ച് തിരിച്ചു വരുന്ന എനിക്ക് പറഞ്ഞുണ്ടാക്കാൻ എന്തെങ്കിലും കാര്യം വേണ്ടാടി. നല്ല ഉഗ്രസ്കിറ്റ് അല്ലേ? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓ, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. കാര്യം നമുക്ക് അതിലും കൂടുതൽ അറിയേണ്ടത് ഇവരുടെ റിയാക്ഷൻ എന്താണെന്നാണ്. ഇവര് ഭയങ്കര ചിരിയായിരുന്നു. എന്തായിരുന്നു നിങ്ങളെ കണ്ടിട്ട് എങ്ങനെ തോന്നിയത്? സൂപ്പർ ആയിരുന്നു, ഒരുപാട് ഇഷ്ടമായി. ഇതുവരെ കണ്ടതിലും ഏറ്റവും മികച്ചതായിട്ട് തോന്നി. അടിപൊളി. വീട്ടിലൊക്കെ നടക്കുന്ന പോലെ തോന്നിയോ? അതെ അതെ അതെ. റിലേറ്റ് ചെയ്യാൻ പറ്റിയല്ലേ? തീർച്ചയായും. ഇങ്ങനൊരു അമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ നെഞ്ചത്തടിച്ച് ഒച്ചത്തി കരയുന്നല്ലേ? അതെ അതെ. പിന്നെ ഇങ്ങനൊരു മോളെ കണ്ടിട്ടുണ്ടോ? ഈ മൊരട്രെയിന് ഉണ്ടെന്ന് പറഞ്ഞു. അതാരാണ് പറഞ്ഞത്? അതിനകത്ത് ഉണ്ടുണ്ട്. അത് നാട്ടിലിങ്ങനെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇവിടെ അവതരിപ്പിച്ചത്. വീട്ടിലാരെ
നാട്ടിലെ കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? വീട്ടിലാരാ തിരിച്ചു ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥ അതെ വരുമോ? കണ്ടിട്ടേ ഉള്ളൂ, വീട്ടിലാരുമില്ല. അത് എസ്കേപ്പ് ആയതാ. അതെ 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 ഉണ്ട് ആരോ ഉണ്ട് വീട്ടില്. ഏതാണ്ട് മോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു ടോൺ അല്ലേ ഭാര്യക്ക്? ചുമ്മാതാ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. ആർ യു ഷുവർ? യെസ്. കോൺഫിഡൻസ്? യെസ്. ഞാനെന്നാ മൈക്ക് അടുത്താ കൊടുക്കട്ടെ. ഓക്കെ. പക്ഷെ എന്തായാലും നിങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ? ഷുവറായിട്ടും. നല്ല കഴിഞ്ഞു കൊടുക്കും. അത് മനോജെ നമുക്ക് തിരിച്ചു വരാം. ഒരു രക്ഷയില്ലായിരുന്നടാ. ഞാനൊക്കെ ചിരിച്ചിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഞാൻ അങ്ങനെ റെയറായിട്ടേ ചിരിക്കാറുള്ളൂ. പക്ഷേ ഈ ചിരി എന്ന് പറഞ്ഞാൽ, ചിരിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചിരി. 3 പേരും കിട്ടും. ആരും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയല്ല ഇതിൽ. സുമി ആയാലും അജേഷ് ആയാലും മനോജ് ആയാലും. എന്താടാ ഇത്? ഈ കൗണ്ടറുകളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നടാ അത്? അപ്പം നമ്മൾ ശ്രമിച്ചാൽ എന്ത് കിട്ടുമല്ലേ? അതെ, അതാണ് ഗംഭീരമായിട്ടുണ്ട്. ഒന്നും ഇതിൻ്റെ അകത്തൊരു കുറ്റം പറയാൻ പോലും നമുക്കൊരു ശകലം സ്പേസ് പോലും കിട്ടിയില്ല. എല്ലായിടത്തും ലിങ്ക് ആയിട്ട് പോവുകയാണ്. ആക്ടിങ്ങിലും പല ഭാവങ്ങളാണ്. കാരണം ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന് നിൽക്കുന്ന, അതിനെ സമാധാനിപ്പിക്കുന്ന അമ്മ, അതിൻ്റെ ബേസിൽ ഒരു കുരുട്ടുണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരു അയലോക്കക്കാരി. ഭയങ്കര രസമായിരുന്നു. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയലോഗുകൾ, നല്ല പ്രസൻറ്റേഷൻ. ഓൾ ദ ബെസ്റ്റ്. സുമി, അജേഷേ, മനോജേ, ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു കേട്ടോ. നസ്രിക്ക പറഞ്ഞാൽ 3 പേരും നിന്ന് ഓരോ കൗണ്ടറുകളും പട്ട അടിയായിരുന്നു. ഈ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ചിരിച്ചത് നമ്മൾ ആദ്യം നസ്രിക്ക അവരോട് സംസാരിക്കാൻ പറഞ്ഞതിന് ഏറ്റവും കൂടുതൽ ചിരിച്ച അവരാണ്. നമുക്കിത് അനുഭവമുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച് സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉള്ള അമ്മ വന്നപ്പോ തന്നെ നോക്കി തലയിലൊരു സാധനം ഇങ്ങനെ ഇരിക്കുന്നു. കാരണം സത്യമാണ്. കാര്യം ചില അമ്മച്ചിമാരൊക്കെ വീടിനുള്ളിലെ പക്ഷേ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞ് അവർക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും. എന്താ പറയുന്നത്, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്. അതായത് ഈ നമ്മൾ ചില കളികളിൽ, ക്രിക്കറ്റുകളിൽ കാണുമ്പോൾ 6, ഈ ഓരോ ഓവറിൽ 5 6 6 6 ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആവേശം പോലെയാണ്. ഓരോ കൗണ്ടറിനും അസാധ്യ കയ്യടിയും അസാധ്യ ടൈമിംഗ് ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ ടൈമിങ്ങിന് ഞാൻ 100% അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെ കട്ടാന്ന് നിന്നാണ്. ഒരു സമയം പോലും പാഴാക്കില്ല. എല്ലാ കൗണ്ടറും രജിസ്റ്ററായി. അതിനിടയ്ക്ക് നിങ്ങൾ പറയുന്നുണ്ട് സ്കിറ്റാണ്, സ്കിറ്റ് പൊളിഞ്ഞ അല്ലേ, ഇതൊക്കെ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തലേ ചീപ്പ് പോയത്, അതൊക്കെ എന്തൊരു സാധനം. നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന സാധനം, തലേ ചീപ്പ് പോകുന്ന സാധനങ്ങളും. അജേഷൊക്കെ ഭയങ്കര ലൈഫായിരുന്നു അജേഷ്. കാര്യം അജേഷ് ഒരുപാട് സ്കിറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അജേഷ് ഭയങ്കര വന്ന് ഫസ്റ്റ് സ്ഥാനം തൊട്ട് നമുക്ക് എടുത്തു. പിന്നെ മനോജ് മീശ പഠിച്ച് മനോജ് നല്ല കാലം കേട്ടോ. അല്ല എതറിയോ, അസലൊരു കുശുമ്പി തള്ള. അല്ലെ, കുശുമ്പ് കൊനിഷ്ടൊക്കെ ആണെങ്കിൽ മനോജേട്ടൻ കറക്റ്റാ. അതിപ്പോ അമ്മാവനാണേലും ഇച്ചയാണേലും. അല്ല, മനോജ് നമ്മൾ മീശ എടുത്ത് കഴിഞ്ഞ സ്കിറ്റ് കൊണ്ടാണ് മീശ എടുത്ത് കാണുന്നത്. പക്ഷേ അതോടുകൂടി മനോജിന്റെ ക്യാരക്ടർ മാറി. അസാധ്യ പെർഫോമൻസ്. ഇത് എനിക്ക് എങ്ങനെ ഇതിനെ എന്താ പറയുന്നത്, ജഡ്ജ് ചെയ്യണമെന്ന് അറിയില്ല. കാര്യം അതിനപ്പുറത്തേക്കാണ് നിങ്ങൾ കളിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ കളിച്ചു വെച്ചിട്ടുണ്ട്. സുമി, അജേഷ്, മനോജേ, ഉഗ്രൻ സ്കിറ്റായിരുന്നു. ഉഗ്രൻ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊതി വരുന്ന പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ 3 പേരും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. നമ്മൾ ഫാമിലി സ്കിറ്റ് ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്താണ്, അമ്മായിയമ്മ മരുമകളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അമ്മായിയപ്പനുമായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഒരിക്കലും ഇതുപോലെ ഒരു മോള് വീട്ടിൽ വന്നിരിക്കുമ്പം ഒരു അമ്മയുടെ ടെൻഷൻ, തിരിച്ച് വിടാനുള്ളൊരു അമ്മയുടെ ടെൻഷൻ, അങ്ങോട്ടൊരു അയൽക്കാർ വരുന്നൊരു ആ ഒരു പ്ലോട്ട് തന്നെ ഒരു പുതിയത് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. പിന്നെ ഇൻഡിവിജ്വലായിട്ട് പറയുകയാണെങ്കിൽ 3 പേരും ഉഗ്രനായിരുന്നു. സുമി ഈ പറയുന്ന പോലെ സ്ഥിരം നമ്മൾ ഒരു സ്കിറ്റ് തുടങ്ങുന്ന സുമി എന്നാണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുമി ഒരു ഐശ്വര്യമാണ്. സുമി ആരും സ്കിറ്റ് തുടക്കത്തിൽ തന്നെ സുമിക്ക് അറിയാം അതങ്ങ് പൊക്കി വെക്കണം. അതിനകത്ത് നമ്മൾ ആ സുമി മിടുക്കിയാണ് ആ കരുത്. അത് സുമി അതേപോലത്തെ ഒരു പെണ്ണാ. അതെ, മറ്റേ റീൽസ് ആ ഒരു ക്യാരക്ടർ സുമി പിടിച്ചിട്ട് അത് ഇടയ്ക്ക് ഒരു ചിരിയൊക്കെ വന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് മുഖത്തൊക്കെ ഒന്ന് മൂടിയെങ്കിലും അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അതൊക്കെ. പിന്നെ ഈ പറയണ അജേഷ് ഉഗ്രനാണ് കേട്ടോ. ഉഗ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജേഷ് എന്ന് പറയുന്ന ഒരാളെ നമുക്കിന്ന് അവിടെ കാണാൻ പറ്റില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ചില സ്കിറ്റുകളിലൊക്കെ അജേഷിൻ്റെതായിട്ടുള്ള ചില ബോഡി ലാംഗ്വേജ് ഒക്കെ ഇട്ടിട്ട് ഞെട്ടലൊക്കെ ഇങ്ങനെ പുറകോട്ട് പോയൊരു ഞെട്ടലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ആ ഒരു ചുരിദാറിട്ട് ആ ഒരു വിഗൊക്കെ വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ അജേഷ് എന്ന് പറയുന്ന ഒരു കലാകാരനെ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ആ അമ്മയെ തന്നെയായിരുന്നു നമ്മൾ ഫുൾ ടൈം, ആ അമ്മ തന്നെയായിരുന്നു നമ്മൾ. അതേപോലെ കോസ്റ്റ്യൂം കേട്ടോ. അതെ കറക്റ്റ് ആയിരുന്നു 3 പേരുടെയും കോസ്റ്റ്യൂംസ്. പിന്നെ മനോജ് ഒരു രക്ഷ. മനോജ് ഏത് ക്യാരക്ടർ വന്നാലും ആ ക്യാരക്ടറായിട്ട് മനോജിനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അതൊരു കലാകാരനെ സംബന്ധിച്ചൊരു വലിയ അനുഗ്രഹം. മനോജ് അവിടുന്ന് വന്നപ്പോൾ തുടങ്ങിയ ചിരിയാണ് നമ്മളിവിടെ ഇരുന്ന്. ഇവിടെ ആദ്യം കണ്ടപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. പിന്നെ ആ ഉള്ള വരവും കാര്യങ്ങളും ആ ഡയലോഗ് പ്രസൻറ്റേഷനും എല്ലാം. എന്നെ കഴിഞ്ഞ് നല്ല വിഗ് കിട്ടിയ എൻ്റെ ജാടയാണ്. അതൊക്കെ സൈഡിൽ കൂടെ അടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ തമാശ, നാടൻ തമാശകൾ. അതെ, നീ എന്നെ നോക്കി കൈ ചൂണ്ടരുത്. കുശിപ്പ് വരും. നാടൻ തമാശകൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന, നമ്മളൊക്കെ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കണ്ടറിവുള്ള, കേട്ടറിവുള്ള കുറേ ആളുകളെയും കുറേ തമാശകളും കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയൊരു മേന്മയായിട്ട് എനിക്ക് തോന്നിയത്. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയും ഗംഭീര സ്കിറ്റുകൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗംഭീര പൊട്ടിച്ചിരികളുണ്ടായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജു ചേട്ടാ. അപ്പം കൈയോടെ മാർക്ക് വാങ്ങിക്കാം അല്ലേ നസീർക്ക? ഞാൻ മനസ്സറിഞ്ഞൊരു 15,000 രൂപ കൊടുക്കുകയാണ്. 15,000 രൂപ. പ്രചോദേട്ടാ? ഞാനും മനസ്സറിഞ്ഞൊരു 15,000 രൂപ. ടോട്ടൽ 30,000 രൂപയായിട്ട് ദുബായ് ഭയങ്കര സ്ലിപ്പുണ്ട്. പറയാൻ വന്നപ്പോഴത് വിഴുങ്ങിയത്. 30,000 രൂപയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി കൊടുത്തേക്കാം. അറിഞ്ഞു കൊടുക്കണം. ഓക്കെ, പുതിയ വിഗും ഒക്കെ മേടിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ വെക്ക്. ഓക്കെ, റെഡി. വരുന്നു ടോട്ടൽ എമൗണ്ട് ഗോൾഡൻ പഞ്ച്. സന്തോഷം. നമുക്ക് ആരിൽ നിന്ന് തുടങ്ങണം? മനോജ് തന്നെ. ഈ സ്കിറ്റ് പിടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് സെറ്റാക്കാനൊക്കെ പറ്റി. സാധാരണപ്പെട്ട ആൾക്കാർക്ക് തിരിച്ചറിയുന്ന രീതിയിലുള്ള സ്കിറ്റ് ചെയ്യുമ്പോൾ ഇത് ചിരിപ്പിക്കാൻ പറ്റും ഒരുപാട്. ഈ മനോജിനെയും അജേഷിനെ നോക്കുകയാണെങ്കിൽ വന്നപ്പോൾ പോലെ ഞാൻ അജേഷിനെ ശ്രദ്ധിക്കുന്നതാണ്. മനോജിനെ ആണെങ്കിലുണ്ടെങ്കിലും ഈ നാടൻ തമാശകളാണ്. നമ്മൾ ഈ നാട്ടിൻപുറത്ത് കാണുന്ന കുറേ ക്യാരക്ടേഴ്സ്, അവരുടെ ചില മാനറിസങ്ങൾ, ചില ബോഡി ലാംഗ്വേജ്, അതിട്ടുള്ള പിടുത്തമാണ്. അത് അങ്ങനെ നിങ്ങൾ ഒരുപാട് ഗുണം ചെയ്തു എന്ന് തോന്നുന്നു ഈ സ്കിറ്റിൽ, അല്ലേ? സ്കിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർ നമ്മുടെ മനസ്സിൽ കയറി വരും. ക്യാരക്ടറുകളും നമ്മുടെ നാട്ടിലെ തമാശകളും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തും. ഇന്നത്തെ ദിവസം മനോജേട്ടനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എപ്പ കാര്യം പറഞ്ഞാലും ഈ വല്യമ്മേട്ടെന്ന കാര്യം പറഞ്ഞ അന്നേരം എന്നോട് പറഞ്ഞു, സുമി ഇപ്പഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ എനിക്ക് അവിടെ വരുമ്പോ ആ ജാള്യത മാറത്തുള്ളൂ. വെരി ഗുഡ്. അടിപൊളി അടിപൊളി. അല്ല, നിങ്ങൾ ഈ സ്കിറ്റ് 3 പേരുടെ എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തത്? അതോ 15 പ്രാവശ്യം? ഫുള്ള് 15 പ്രാവശ്യം നോക്കി. ഇതിന് മുമ്പ്, അതായത് നമ്മളിപ്പം കുറച്ചായിട്ട് നിങ്ങളിങ്ങനെ കയറി വരിക, അതിന് മുമ്പ് ഒരു ഏരിയ ഉണ്ടായിരുന്നു നമുക്ക്. ആ ഏരിയയിൽ പിണക്കം ഞങ്ങളോട് ആരോടെങ്കിലും തോന്നിയായിരുന്നു? മനസ്സുകൊണ്ട് ആരോടെങ്കിലും പറയുകയും ചെയ്തോ? ഇല്ല, പിണക്കമായിട്ട് നമുക്ക് ആരോടും. ഞങ്ങൾ പറയുന്ന കമന്റ്സുകളിൽ നിങ്ങളുടെ ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ? ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞാട്ടൊന്നും പറഞ്ഞിട്ടില്ല. നന്നാകാൻ വേണ്ടിയിട്ടേ പറഞ്ഞിട്ടുള്ളത്. അന്നേരം നമുക്ക് നമ്മളോട് തന്നെയാണ് ദേഷ്യം തോന്നിയത്. കാരണം നമ്മളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് പറ്റും. അപ്പൊ നിങ്ങളുടെ വിശ്വാസം നമുക്ക് അന്ന് കാത്തുരക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അല്ല, അതുകൊണ്ട് ഇപ്പൊ റണ്ണിങ് ആയില്ലേ? പിടിക്കാൻ പറ്റിയില്ലേ? തുടങ്ങിക്കഴിഞ്ഞാൽ ഐശ്വര്യം കൊണ്ടിരുന്ന സുമി പഠിച്ചു പറയാനാണെങ്കിൽ സൂപ്പറാ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ എന്നെ തെറ്റും. ഇത് സ്കിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ടർ പറയുമല്ലോ. ഒരു കൗണ്ടർ പറഞ്ഞിട്ട് എന്തുവായാലും 1 മിനിറ്റ് ഞങ്ങൾ നിർത്താതെ ചിരിക്കും. എന്നിട്ട് ഞങ്ങൾ തന്നെ ഒരു എഡിറ്റിങ്ങും കട്ടിങ്ങും ഒക്കെ ഉണ്ട് അവിടെ തന്നെ. ഞാൻ അജേഷിനോട് പറഞ്ഞു, ഈ സ്കിറ്റിന് ഞാൻ ചിരിക്കും. ചില സംഭവങ്ങൾ വരുമ്പോ എത്ര പ്രാക്ടീസ് ചെയ്താലും അവിടെ വരുമ്പോ ഞാൻ അങ്ങ് ചിരിക്കുക. എന്നോട് പറഞ്ഞു, ചിരിക്കല്ലേ, നീ ചിരിച്ചു കഴിഞ്ഞാൽ ഞാനും ചിരിക്കും. പക്ഷെ എന്തായാലും നിങ്ങളുടെ ആ പ്രയത്നം ഗംഭീരമായിരുന്നു. ഒരു വലിയ കൈഡി ഇവർക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും ഗംഭീരമായിരുന്നു. നമ്മുടെ ഐറ്റം വേറെയിലെ അടുത്ത ഗോൾഡൻ പഞ്ച്. നല്ലൊരു കൈഡി കേട്ടോ. അമ്മച്ചി ഗോൾഡൻ പഞ്ച് കിട്ടിയ കാര്യം കൂടെ നാട്ടിലൊക്കെ പറയണേ. ഞങ്ങളൊക്കെ നല്ലതെന്ന് പറയണേ. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയിൽ ഹോൾസിനും ബാസ്റ്റായിട്ടാണ് വരുന്നത്. ഇപ്രാവശ്യം പുതിയൊരു കോമ്പിനേഷനുമായിട്ടാണ് കൂടെ വരുന്നത്. സുധീഷ് ആണ്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം 3 പേര്. ഉത്തമ ഓംബ്ര, അതൊരു ക്രിക്കറ്റ് കളിക്കാരനല്ലേ? അത് ബൂംബ്ര. ഒരു ബഹുമാനത്തിന്റെ പുറത്ത് പറഞ്ഞു. ഒരുപാട് ബഹുമാനം ഇങ്ങോട്ട് വേണ്ടാട്ടോ. എന്നാ പറയടാവിയേ, എന്നാ കാര്യം പറയണ ഊവെന്നോ? ബഹുമാനം വേണ്ടെന്ന് പറഞ്ഞു. അതാണോ പറഞ്ഞത്? തന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താ ചെയ്യല്ലോ? ആ നന്നാരി പറിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് പറിച്ചോണ്ട് വന്നു. എന്റെ പൊന്നു വൈദ്യരെ, ആ സാധനം നോക്കി നടന്ന് ഞാൻ നാറി. അവസാനം ഞാൻ ഉള്ള ചെടി മുഴുവൻ പറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. വൈദ്യര് പറഞ്ഞ ആ നാറി ഇതിനകത്തോണ്ടൊന്നു. ഈ കിടക്കണതല്ലേ നന്നാറി? ഇതാണോ നന്നാറി? ആ, വല്ലാത്തൊരു നാട്ടിൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നന്നാറി എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുക, ആ എണ്ണ എടുത്ത് അതിലേക്ക് ഒഴിക്കുക. ആയിക്കോട്ടെ, ഒഴിച്ചു. ഇനി എന്നാ ചെയ്യണം? ചൂടാവണം. എവിടുത്തെ
എന്താണ് ഉത്തമമായി പറയണത്? ചൂടാവണമെന്ന് പറഞ്ഞു. എന്നോട് ചൂടാവണമെന്നല്ല പറഞ്ഞത്, അടുപ്പിൽ വെച്ച എണ്ണ ചൂടാവണമെന്നാണ് പറഞ്ഞത്. അതായിരുന്നു. എന്താണ് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായോ? ഇനി ഞാൻ പറയുന്ന ഓരോരോ സാധനം എടുത്ത് അതിലേക്ക് ഇടുക. ആയിക്കോട്ടെ. ആ കടുക് എടുത്ത് അങ്ങോട്ട് ഇടുക. കടുക് ഇട്ടു. പൊട്ടറ്റോ പൊട്ടട്ടെ, അവിടെ കിടന്ന് പൊട്ടൊക്കെ ആർക്ക് പ്രയോജനം? കടുക് പൊട്ടറ്റോ എന്നല്ല പറഞ്ഞത്, പൊട്ടറ്റോ എടുത്ത് അങ്ങോട്ട് ഇടുക. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ കിഴങ്ങ് എടുത്തിടുക. കേറിക്കോ. ഒനിയൻ എടുത്തിടുക. ആയിക്കോട്ടെ, എത്ര ദൂരെയായി പോയി. എന്താ ഈ കാണിക്കണേ? ബനിയൻ. ബനിയനല്ല, ഒനിയൻ. സവാള എടുത്തിടാനാണ് പറഞ്ഞത്. സവോളയോ? ആ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? വൈദ്യുതി മരുന്നുണ്ടാക്കുവാണോ സാമ്പാർ വെക്കുവാണോ? സാമ്പാർ. പിന്നെ മരുന്നിന്റെ ലിസ്റ്റിന്റെ സ്ഥാനത്ത് സാമ്പാറിന്റെ ലിസ്റ്റ് കൊണ്ട് വെച്ചാൽ അതല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തന്നോട് ആ തഴുതാമ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നോ? പൊന്നു വൈദ്യുതി, ഞാൻ നോക്കി നടന്നു. ഈ കേരളത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. തൊഴുതുകൊണ്ട് നിൽക്കണ രാമ. ഒറ്റ തൊഴിലാൻ പറ്റും. തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആമയുടെ കാര്യമാണോ പറഞ്ഞത്? തഴുതാമ. അതെന്താ? തഴുതാമ അറിയാൻ പാടില്ലേ? തഴുതാമ എന്ന് പറഞ്ഞത് ഒരു ഔഷധമാണ്. ഇതുപോലത്തെ ഒരു സസ്യമാണ് തഴുതാമ. എന്നാ പേരൊക്കെ ഈ മരുന്നിന്? ഇതൊക്കെ ആർക്കറിയാം ഇത്? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേദങ്ങൾ അറിയണം. വേദങ്ങളൊക്കെ കുറച്ച് എനിക്കറിയാം. പറഞ്ഞേ. യജുർവേദം, അഥർവവേദം, സാമവേദം, രതിനിർവേദം. രതിനിർവേദോ? അതറിയാൻ പാടില്ലേ? ഇല്ല. വഷളത്രം മാത്രം തന്റെ കയ്യിലുള്ളൂ. വഷളത്രം മാത്രം വേണ്ടാട്ടോ. വെള്ളത്തിൽ എന്റെ അടുത്ത് എടുക്കരുത്. ആ കുറുന്തോട്ടി എടുക്ക. കുറുന്തോട്ടി ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താ? കിട്ടിയ തോട്ടി ഇച്ചിരി വലുതായി പോയി. മുറിച്ച് നമുക്ക് കുറുന്തോട്ടിയായിട്ട് ഉപയോഗിക്കാം. ആണോ കുറുന്തോട്ടി? അതാരാ പോണ? സാവിത്രിക്കുട്ടിയല്ലേ അത്? സാവിത്രിയോ? കുറുന്തോട്ടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ആനയുടെ തോട്ടിയാണ് കൊണ്ടുവന്നത്. എവിടെ? ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ വേദങ്ങൾ അറിയണം. ആണ്ടേ, ഒരു സിനിമാറ്റിക് ഡാൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. സിനിമാറ്റിക് ഡാൻസ് ആരാന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? സ്റ്റെപ്പിട്ട് വരുന്നുണ്ട്. എങ്ങോട്ട് തള്ളിക്കറി പോണം? നിക്ക്. ആരുടെ? ഞാനൊരു പഞ്ചപാവുക. ആ പഞ്ചാബിന്ന് ബാബു എന്നാ പറഞ്ഞു. അയ്യോ അതല്ലെന്ന്, ഞാനൊരു പാവത്താനാണെന്ന്. പിന്നെ ഞങ്ങൾ പിന്നെ ഭയങ്കര പേരാണല്ലോ. ഞാൻ അംബാനി, ഇത് അദാനി. അയ്യോ അതല്ലെന്ന്, ഞാൻ വെറും ഒരു പാവമാണെന്ന്. കേട്ടോ വൈദ്യുതി, അവന്റെ കൈ കെട്ടിയുള്ള നിപ്പ് കണ്ടറിയാം. വെറും പാവ. ആ കൈ ആദ്യം അങ്ങോട്ട് അഴിച്ചിടുക. ബുദ്ധിമുട്ടാണ്. എടോ വൈദ്യൻ അഴിച്ചിടാൻ പറഞ്ഞ അതിന് കാരണമുണ്ട്. അയച്ചിരുന്നോ? അഴിച്ചിട. മുദ്ര കണ്ടിട്ട് ഏതോ കഥകളിക്കാരനാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ മണം അടിച്ചിട്ട് കൗട്ടയുടെ ആളാണെന്ന് തോന്നുന്നു. കൈ കെട്ടിക്കോളാ. പ്രശ്നം ഉണ്ടാക്കണ്ട. കൈ കെട്ടിക്കോളാ. കഴിക്കുക. ഇത്ര ഗ്യാസുള്ളത്. വിറയില് പോയി. വിറയില് പോയോ? എന്റെ വിറയില് പോയി. ഞാൻ അറിയാതെ വൈദ്യശാലയിൽ വിറ മാറാനുള്ള മരുന്നുണ്ടാക്കിയിട്ടുണ്ടല്ലേ? മാറാനുള്ള മരുന്നല്ല, നരിച്ചെന്റെ ബാക്കി ഇരുന്ന കൗട്ടറമ്മ 1.5 കൊടുത്തു. ശരി. ഇതിനകത്തപ്പോ മദ്യം മേടിച്ച് കഴിക്കലുണ്ടല്ലേ? കുപ്പിയുടെ മൂട്ടിലൊരു 1.5 വെച്ചേക്കണം. വരിക. ഈ നെറ്റിയിലെന്താ ബാനർ വലിച്ചു കിട്ടിയേക്കണം? എന്താ അറിയോ, ഞാൻ ഭയങ്കര കുടിയാ, പക്ഷെ ആർക്കും മനസ്സിലാവൂല. ഓ, അതാ കഥകളിയുടെ മുദ്ര കണ്ടപ്പോ മനസ്സിലായി. അവിടെ ഇരിക്കുക. എന്താ തന്റെ പണി? എന്താ അത് പറയാ? ഞാൻ ഈ ഗാനമേളക്കൊക്കെ സിംഗറാണോ? അല്ലല്ല. പിന്നെ കീബോർഡിസ്റ്റാ? അയ്യോ അതുമല്ല. ഡാൻസാണോ? ഞാൻ ഈ ഗാനമേളക്കൊക്കെ വെള്ളം അടിച്ചിട്ട് പോയി ഡാൻസ് കളിക്കും. ഉത്സവപറമ്പിൽ പോയി ഡാൻസ് കളിക്കും. അതൊക്കെ ഒരു പണിയാണോടോ? അത് എനിക്കൊരു പണിയല്ല, പോലീസുകാരന് കിടുക്ക് പണിയാ. അത് കറക്റ്റാട്ടോ. ഈ ന്യൂ ഇയറിനല്ല ഞാൻ കിടന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ച് വെള്ളം അടിച്ചോണ്ട് പോലീസ് ചറഞ്ചാ മുറഞ്ഞാ അടിച്ച് വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാ. കണ്ടോ? അങ്ങനെ അടിച്ചതാണ് ഇതൊക്കെ. ഈ പാടൊക്കെ ഒന്ന് മാറ്റി തരണം. മെയിൻ ആയിട്ട് എന്റെ കുടി ഒന്ന് നിർത്തി തരണം. കുടി നിർത്താൻ വൈദ്യുതി ബെസ്റ്റ് ആണോ? കൂടി നിർത്തുന്ന കാര്യത്തിൽ താൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് കഷായൊക്കെ തരും. അതൊക്കെ കഴിക്കാൻ പറ്റൂലോ? കുഴപ്പമില്ല കഴിച്ചോളാം. പ്രമേഹം ഉണ്ടോ? ചെറിയൊരു പ്രമേയം, വള്ളേനേ ഉള്ളു. ഡെവലപ്പ് ചെയ്ത കിടില സിനിമയാ. വെളിവില്ലാത്തവരെ പ്രമേയം ഉണ്ടോന്നാണോ വൈദ്യുതി? പിന്നെ പ്രമേഹം നിനക്ക് മൂത്രത്തിൽ പഞ്ചസാര ഉണ്ടോന്നാ ചോദിച്ചു. പിന്നെ ഇവിടെ ചായയിലിടാൻ പഞ്ചാരയില്ല, പിന്നെ അല്ലേ മൂത്രത്തിൽ കൊണ്ടിടുന്നത്? മൂത്രത്തിൽ പഞ്ചസാര നമ്മൾ ഇടണ്ട. പിന്നെ ഓൾറെഡി ശരീരത്തിൽ നിറ്റ് വന്നോളൂ. അപ്പൊ ശരീരത്തിൽ ഉണ്ടോ? വെളിവും വെള്ളിയാഴ്ചയില്ലല്ലോ വൈദ്യുതി. ഇവൻ എന്റെ കയ്യിൽ നിൽക്കില്ല. വൈദ്യുതി തന്നെ ഞാൻ പറഞ്ഞു തരാം. ഈ മൂത്രം ഒഴിക്കുമ്പോ എങ്ങനെയാ? നല്ല തെറിവിളിയാ. മൂത്രം ഒഴിക്കുമ്പോ തെറിവിളിയോ? സാധാരണ വേദനയുണ്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. മൂത്രം ഒഴിക്കുമ്പോ ആരോ തെറിവിളിക്കണം? അന്ന് നമ്മള് 2ാമത്തെ നിലയിലാ താമസിക്കുന്നേ. അപ്പൊ അവിടെ നിന്ന് താഴോട്ട് മൂത്രമൊഴിക്കാൻ പ്രഭാറിന്റെ വീട്ടിലാ ചെന്ന് വീഴുന്നേ. അവ എന്തോ തെറിവിളിയാ വിളിക്കുന്നെ. വൈദ്യുതിയെ കൂടെ തന്നെ ജനല് വഴി കീച്ചുവാ. പറഞ്ഞ നാട്ടിക്കല്ലേ? എന്തേലും ഒരു പ്രതിവിധി വേണം. പ്രതിവിധി ഉണ്ട്. ചില പൈസ മുടക്ക് വരും. എന്നാലും അതങ്ങോട്ട് ചെയ്തോളുക. എന്തോ ചെയ്യണം? 2ാം നിലയിൽ ഒരു ബാത്റൂം അങ്ങോട്ട് പണിയുക. ഈ വൈദ്യരെ കൊണ്ട് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? വൈദ്യരെ കുറിച്ച് തനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട്. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷർക്കുന്ന ആളല്ലേ വൈദ്യ? പറയണ്ട. വൈദ്യരെ നമ്മൾ തന്നെ ഭൂഷണം, വേറെ ഭൂഷണില്ല. ഞാൻ പറയൂ. കഴിഞ്ഞ മാസം ഉണ്ടല്ലോ 15ഓളം പേരെ പാമ്പ് കടിച്ച് വൈദ്യന്റെ അടുത്ത് വന്നു. പിന്നെ ഓരോരുത്തർ വരുമ്പോഴും വൈദ്യൻ പാമ്പിനെ വിളിച്ചു വരുത്തും. പക്ഷെ പാമ്പ് വരത്തില്ല. അങ്ങനെ വന്ന് 16ാമത്തെ ആള് വന്നപ്പോഴും വൈദ്യൻ എന്ന് പാമ്പിനെ വിളിച്ചു. പാമ്പ് വന്ന് കാണത്തില്ലെന്നോ? ആദ്യത്തെ 15 ഇപ്പോഴത്തെ ഒന്നും കൂടി 16 പാമ്പ് കൂട്ടത്തോടെ ഇങ്ങ് വന്നു. എന്നിട്ട് വൈദ്യൻ എന്താ ഇത്? വൈദ്യനൊന്നും ഇതില്ല. പാമ്പ് വളഞ്ഞെന്ന് കാച്ചിട്ടങ്ങ് പോയി. 1 മാസം മെഡിക്കൽ കോളേജ് ഐസിയിലായിരുന്നു. അപ്പൊ വൈദ്യരെ കൊണ്ടൊന്നും നടക്കൂലല്ലേ? ഇല്ല, നടക്കും. നമുക്ക് വിശദമായിട്ട് പുള്ളി ഒന്ന് പരിശോധിക്കണം. എന്നെ ഒന്ന് പരിശോധിക്കണം.
ഇവന്റെ ടോൺ മാറി മാറി വരുന്നുണ്ട്. ഇവന്റെ പുറം മുഴുവൻ ഇഞ്ചിഞ്ചിഞ്ചാക്കടി. ഇഞ്ചിനാക്കടിയോ? അല്ലെന്ന് ഇഞ്ചിഞ്ചാട്ട് ചതഞ്ഞ് കിടക്കുമെന്ന് ഇവന്റെ പുറം മുഴുവൻ. ഇതേ കിടന്നേ നമുക്ക് കിടത്തിയിട്ട് ചികിത്സിക്കാം. കിടക്കാം. കിടക്കാം അങ്ങോട്ട്. ഇതങ്ങോട്ട് പൊക്കി വെക്കുക. കൊള്ളാം. എന്ത് തോന്നുന്നു? ഒരു തട്ടുകടയിൽ നിൽക്കുന്ന ഫീലിംഗ്. കോഴിയോ താറാവോ? മാറിപ്പോയി പെട്ടെന്ന്. നല്ല സുഖമാണ്. എഴുന്നേക്ക. നടുവിന് നല്ല സുഖം. അതാണ് പറഞ്ഞത്. മരുന്ന് പറ്റിക്കഴിഞ്ഞാൽ നടുവിന്റെ കാര്യത്തിൽ നീ പേടിക്കാൻ നല്ല രസമുണ്ട്. ഇനി ഇവിടുന്ന് ഒരു കഷായം ഞാൻ അങ്ങോട്ട് തരും. ഈ കഷായം 1 മാസം നിർത്താതെ കഴിക്കുക. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. കഷായം കഴിക്കുമ്പോ കഞ്ഞിയും പപ്പടം മാത്രമേ കഴിക്കാവുള്ളൂ. അയ്യോ അത് നടക്കൂല. രാവിലെ ഈ കപ്പയും പോട്ടിയും ചോറും എല്ലാം കഴിഞ്ഞിട്ട് ഈ പപ്പടവും കഞ്ഞിയും കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് വൈദ്യം പറഞ്ഞത്. പിന്നെ കഷായം കഴിക്കുമ്പോൾ കഞ്ഞിയും പപ്പടവും മാത്രമേ കഴിക്കാവുള്ളൂ. വേറെ ഭക്ഷണം കഴിക്കരുത്. ഓട്സ് കഴിക്കാമോ വൈദ്യരെ? ഓട്സ് കഴിക്കാവോ? ഓട്സ് എന്ന് പറഞ്ഞാ ഓട്സ് അറിയാൻ പാടില്ലേ? ഇല്ല. ഓട്സ് എന്ന് പറഞ്ഞാൽ ഓട്സ് വേറെ ഒന്നുമില്ല. എന്നാ പിന്നെ അത് കഴിച്ചോട്ടെ. ഈ പുല്ലൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് വേറെ വല്ല അസുഖം വരുമെന്തോ ആർക്കറിയാം. വൈദ്യുതി ഇങ്ങോട്ട് വന്നേ. എന്റെ കാല് നോക്കി ഒന്ന് പറയണം. കാല് നോക്കി കൈ നോക്കിയാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും. അതല്ല, ഇവിടത്തെ വേദനയൊക്കെ മാറി ഈ കാലിനാണ്ട് ഇവിടെ കണ്ടോ ആണ്ടി തന്നെ നീര് വെച്ചിരിക്കുന്നു. അതന്ന് അടിയുണ്ടായപ്പോഴേ മറ്റേ പോലീസുകാരെ സ്റ്റീറിംഗ് തിരിക്കുന്ന പോലെ പിടിച്ച് തിരിച്ചതാ. ഇതേ കാലിഞ്ഞ് പിടിച്ചിടാണ്ട് പറ്റത്തില്ല. കാല് പിടിച്ചിടണം. നമുക്ക് നേരെ പിടിച്ചിടണം. എന്നാലേ പറ്റത്തില്ല. ഇങ്ങ് വന്നേ. ഈ സംഭവേ ഇവനറിയാതെ ഈ സംഭവം പിടിച്ചിടണം. ഒന്നും സമ്മതിക്കില്ല വേദന കാരണം. അപ്പൊ താനും മൈൻഡ് മാറ്റാൻ എന്തെങ്കിലും പറ. ഞാൻ ഈ സംഭവം നൈസായിട്ട് പിടിച്ചിടാം. ഞാൻ പുറകിൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ ശ്രദ്ധ തിരിക്കാം. ആ തക്കത്തിന് വൈദ്യുതി പിടിച്ചിട്ടു. 1 2 3 ഒറ്റപ്പെടുത്തുന്ന ഇട്ടോണം. ആയിക്കോട്ടെ. ഇതെപ്പോ അടിക്കേണ്ട കാര്യമില്ല. വൈദ്യന്റെ കയ്യിലൊരു തൈലമുണ്ട്. അതിട്ട് ഒറ്റപ്പെടുത്താൻ പിടിച്ചാണ്ടല്ലോ ഭയങ്കര വേദന. നോക്കിയല്ലോ, ചെറുതായിട്ടൊന്ന് പൂശി പിടിയുള്ളൂ. തൊടല്ലേ? ഇല്ല, തൊടിയല്ലെന്ന് ഞാൻ അന്തരീക്ഷത്തിൽ പറട്ടുള്ളൂ. നിങ്ങൾ കാലിന്ന് വിട്ടരുതേ. വൈദ്യന്റെ പുറത്തേക്ക് കാലം വെച്ചു. വൈദ്യം പിടിച്ചേ. ഒന്നും പേടിക്കാനില്ലെന്ന്. തൊടല്ലേ? ഇല്ല, തൊടത്തില്ല. കുഴപ്പമില്ലല്ലോ. ചെറിയൊരു തടുപ്പ്. അല്ല, അത് വേദന എടുക്കുന്ന കേസൊന്നും അല്ല. ഇല്ല. Ready, 1 2 3. യോ, എന്റെ കാല് റെഡിയായി. എടാ പട്ടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? വൈദ്യനെ തെറി വിളിക്കണോ? വൈദ്യനല്ല, അവനവിടെ. ഞാനാണ്ട് ഇവിടെ ഉണ്ട്. എന്തിനാണ് എന്നെ പെടലി പിടിച്ച് തിരിച്ചത്? വൈദ്യരെ, എന്നെ പെടലി എങ്ങനെയെങ്കിലും ശരിയാക്കി താ. എന്റെ പെടലി ആര് ശരിയാക്കും? അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പെടലി പിടിച്ച് തിരിച്ചാ? പെടലി ശരിയാക്കാൻ വഴി പറഞ്ഞാടാ. നിങ്ങളെ ഒരു കാര്യം ചെയ്യ്, എഴുന്നേറ്റെ എത്രയും പെട്ടെന്ന് ആ ഗോവിന്ദ വൈദ്യരുടെ അടുത്തോട്ട് പോകും. ഒരു സൈഡ് മാത്രം കാണണം. ഞങ്ങൾ എങ്ങനെയാണ് ഗോവിന്ദ വൈദ്യരുടെ അടുത്തേക്ക് പോകും? അതാണോ പ്രശ്നം? ഒന്ന് എഴുന്നേറ്റെ. വൈദ്യൻ ഇങ്ങോട്ട് വന്നേ. കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ചേ. ഇപ്പൊ ഇപ്പുറത്തോട്ട് കാണാൻ പറ്റും. അപ്പുറത്തോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? നേരെ വിട്ട ഗോവിന്ദ വൈദ്യരുടെ അടുത്തോട്ട്. പെടലി നന്നാക്കാൻ വൈദ്യനാ ബെസ്റ്റ്. നല്ലൊരു വൈദ്യശാല, നല്ല സ്കിറ്റ്, നല്ലൊരു ഗൈഡി. ബാസി, പോൾസൺ, സുധീഷ്, ഈ കോമ്പിനേഷൻ ഫസ്റ്റ് ആണ് ഇവിടെ. ഈ ഒരു കോമ്പിനേഷൻ അല്ലേ? അത്യാവശ്യം നന്നായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്യാവശ്യം നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോൾസൺ ബാസി വരുന്നതിൻ്റെ ആ ഒരു ലെവലിലോട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം നിങ്ങൾ രണ്ടുപേരും ആദ്യം ഒരു തുടക്കത്തിൽ എനിക്ക് തോന്നി ആ ഒരു ഫയറിലോട്ട് വന്നു. മരുന്നുകൾ ഇടുന്ന കാര്യം പറഞ്ഞപ്പോൾ ബാസിയും പോൾസണോട് ആ ഒരു കോമ്പിനേഷൻ അത് നന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്രയും ചിരി വരുന്നൊരു കാര്യത്തിലോട്ട് വന്നില്ല. ഇതിന് കിഴങ്ങെന്ന് പറയുമ്പോൾ കയറിക്കോ എന്നൊക്കെ പറഞ്ഞ് കയറി പിടിച്ചില്ലേ, അവിടെയൊക്കെ നന്നായിട്ട് ചിരിച്ചു ഞാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഒന്ന് തമാശകളുടെ ഒരു ഇത് കുറഞ്ഞു. അത് ഇനി സുധീഷ് വന്നിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നൊരു സംഭവങ്ങളൊന്നും വന്നില്ല. അപ്പോൾ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നിങ്ങളുടേതായിട്ടുള്ള ലെവലിലുള്ള പരിപാടികളായിട്ട് നെക്സ്റ്റ് ടൈം വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക? സുഖമായില്ലടാ, അങ്ങനെ എത്തിപ്പെടാൻ പറ്റിയില്ല. പെട്ടെന്ന് ഓടി ഉണ്ടാക്കിയതുപോലെ ഫീൽ ചെയ്തു. വൈദ്യശാല ഇതിനു മുമ്പും ചെയ്തിട്ടില്ലേ? അത് കണ്ടായിട്ട് ഇതിൽ കമ്പയറിംഗ് ഒന്നുമില്ല കേട്ടോ. പക്ഷെ എന്തോ ഒരു പോരായ്മകളുണ്ട്. അത് മാറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പം കുറച്ചുകൂടെ ഗംഭീരമാക്കുക. ഒരുപാട് പറഞ്ഞിട്ട് കഥയില്ലല്ലോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രജോ ചേട്ടാ? ഞാൻ ശരിക്കും നിങ്ങളുടെ മൂന്നുകൂടെ കോമ്പോ കണ്ടപ്പം ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു കേട്ടോ. കാര്യം നിങ്ങൾ മൂന്നും ആദ്യമായിട്ടൊരു കോമ്പിനേഷൻ വരുന്നതാണ്. തുടക്കം ഷാജൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ, ആ സാധനം ഡയലോഗ്സിനൊക്കെ നല്ല ചിരി ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ചേരുവകളൊക്കെ പറഞ്ഞതിനൊക്കെ ചിരി ഉണ്ടായിരുന്നു. സുധീഷ് വന്നപ്പോൾ ഞാൻ വേറെ കുറേ സംഭവങ്ങൾ പ്രതീക്ഷിച്ചു. ഒരു കോമ്പിനേഷൻ പരിപാടി കൊള്ളായിരിക്കും. പക്ഷേ അവിടുന്ന് പിന്നെ അങ്ങോട്ടൊരു ഒരു സുഖമില്ലായ്മ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വൈദ്യൻ്റെ അടുത്ത് വരാൻ വേണ്ടി ഇവിടെ ആരോ പറഞ്ഞു. ആരായിരുന്നു അത്? ഇവിടുന്ന്
ഈ നിങ്ങളുടെ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ എനിക്ക് ആ വൈദ്യന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ മൈക്ക് കൊടുത്തേ, ഒരു മൈക്ക് കൊടുത്തേ. ഭയങ്കര ബഹളം ഇവിടെ കിടന്നു. എന്താ പ്രശ്നം? വൈദ്യരോട് ചോദിച്ചോ? ചിരി നിർത്താൻ പറ്റാത്തത് കൊണ്ടൊക്കെ ചിരിച്ചു. ചിരി നിർത്താൻ പറ്റുന്നില്ല വൈദ്യരെ. അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും വൈദ്യരെ വൈദ്യം ചിരിപ്പിക്കാൻ കഷ്ടപ്പെടുകയാണ്. അല്ല മറ്റേ വിറവല് നിർത്ത പോലെ എന്തായാലും കൊടുക്കാൻ പറ്റും. എന്തേലും അതുകൊണ്ടാണ് പുള്ളിക്ക് കൊടുത്തത്. കഷായത്തിന് ഷോട്ട് മറിഞ്ഞു വീണപ്പോഴേ അപ്പൊ ഞാൻ വിചാരിച്ചു പെടലി പോയി. സംഭവം മനസ്സിലാകുന്നില്ല, ഞങ്ങള് ചിരിക്കുവാ. പെടല് തിരിഞ്ഞിരുന്നില്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു പെടലി പോയി. അപ്പൊ അതുകൊണ്ട് അനങ്ങാതിരിക്കുക. ആ മൈക്കിങ് വാങ്ങിച്ചായിരുന്നു. യു കണ്ടിന്യൂ. ഇനി ഇതിനെല്ലാം കാരണം അവിടെ സമാധാനത്തിൽ സ്കിറ്റും കണ്ട് ചിരിച്ചോണ്ടിരുന്ന. എന്തായാലും ടോട്ടലി ഇങ്ങനെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതിൽ എന്തായാലും നമുക്ക് പിടിക്കാം കേട്ടോ. ഓക്കെ താങ്ക് യു പ്രജു ചേട്ടാ. അപ്പൊ മാർക്ക് ഷാജു ചേട്ടാ. ഞാൻ ഇവർക്കൊരു 10,000 രൂപ കൊടുക്കും. 10,000 രൂപ. നസീർക്ക? ഞാനൊരു 7,000 രൂപ. 17,000 രൂപ ആയിട്ടുണ്ട്. പ്രജു ചേട്ടാ ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. അടുത്ത പ്രാവശ്യം വരെ മുഗ് നൈറ്റുമായിട്ട് വരണം. ഓക്കെ ചേട്ടാ, വസിയേട്ടാ അടുത്ത പ്രാവശ്യം. ഓക്കെ ഇപ്പൊ വൈദ്യർക്ക് മാത്രമുള്ളതാ, ബാക്കി രണ്ടോ ഉണ്ടാക്കണം. അതെ പ്ലീസ്. അപ്പോ മക്കളെ സമയം കഴിഞ്ഞു. എല്ലാ ദിവസത്തെ പോലെ ഒരുപാട് ചിരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? നന്നായിട്ട് ചിരിച്ചില്ലേ? അപ്പൊ നന്നായിട്ട് പോയി കിടന്നുറങ്ങാം. ഇതിലും നന്നായിട്ട് ചിരിക്കാൻ അടുത്ത എപ്പിസോഡിൽ വരണം എല്ലാവരും ഇതേ യൂണിഫോമില്. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.